ഹലോ മച്ചന്മാരിൽ എല്ലാവർക്കും ഏറ്റവും ഒരു ടീസർ റിവ്യൂലേക്ക് സാർ. അപ്പോൾ നമ്മൾ ടീസർ റിവ്യൂ എന്ന് പറയാൻ വേണ്ടി പോകുന്നത് ജനപ്രിയ നായകൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർടേക്കർ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തത് വിനീത് കുമാറാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ ടീസറിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ജനപ്രിയനായ ദിലീപിന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ബാക്കി രണ്ട് മൂന്ന് ചെറിയ വ്യക്തികളും അവസാനം ഒരു വോയിസ് ഓവറാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഡ്യൂറേഷൻ വന്നിട്ടുള്ള ഏകദേശം 1 മിനിറ്റ് 46 സെക്കൻഡാണ് ഡ്യൂറേഷൻ വന്നിട്ടുള്ളത്. ടീസറിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലാറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള കെയർടേക്കറുടെ കഥയ്ക്ക് ആയിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അവർ കോമഡി രൂപത്തിൽ തുടക്കം തൊട്ട് അവസാനം വരെയും പറയാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതിനിടയ്ക്ക് കുറച്ച് ഇമോഷൻസ് ഒക്കെ കുത്തികയറ്റുന്നുണ്ടാവാൻ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയത്. കാരണം നായകനായതുകൊണ്ട് തന്നെ ഇമോഷൻസ് വേണം, ഫാമിലി സപ്പോർട്ട് വേണം. ടീച്ചറിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ ജനപ്രിയനായ നമ്മുടെ ദിലീപിനാണ് കാണിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. വേറെ വ്യക്തി പറയുന്നുണ്ട്, 4 പേര് കിടക്കുന്ന റൂമിലാണ് നീ ഒറ്റയ്ക്ക് കിടന്ന് സൂഹിക്കുന്നത് പറയുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് കുറേ കഴിഞ്ഞ് ഞാൻ കെയർടേക്കറാണ്, ഞാൻ എന്താണെന്നൊക്കെ ദിലീപ് പറയുന്നുണ്ട്. പിന്നെ ഞാൻ കെയർടേക്കറാണെന്ന് തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അന്ന് വ്യക്തം തന്നെയാണ് ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു ആളായിരിക്കാം ദിലീപ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അവസാന ഭാഗത്ത് വേറെ വ്യക്തിയുടെ ഭാഗമായി കാണിക്കുന്നില്ല. നിന്ന് ദിലീപിൻ്റെ പേര് മനസ്സിലാക്കാം. പവിത്രൻ എന്നാണ് ദിലീപിൻ്റെ പേര് എന്ന് പറയുന്നത്. മിസ്റ്റർ പവിത്രൻ, താങ്കൾക്ക് എന്നെ കാണാൻ ഒട്ടും ആഗ്രഹമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് തന്നെ കാണാമെന്ന് പറയുന്നു. പിന്നീട് ദിലീപ് വണ്ടി എടുത്ത് പോകുന്നു. ലാസ്റ്റ് നമ്മുടെ സപ്പനോ ഹി സിന്ദഗി ജാവാത്തും ആ പാട്ടൊക്കെ പാടിയിട്ടാണ് ദിലീപ് പോണത്. അപ്പം അങ്ങനെ അതിൻ്റെ അവസാനമായി കാണിച്ചു. എനിക്ക് തോന്നുന്നു ഒട്ടും തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. പിന്നീട് സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വിനീത് കുമാറാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ മുന്നേ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയ പ്രകാരം ഇതിൽ ഏകദേശം ദിലീപിന് 4 നായകന്മാരോളം ഉണ്ടെന്നാണ് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വ്യക്തമായി കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. ടീസറിൻ്റെ പ്രകടനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനപ്രിയനായ ദിലീപ് ചിരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. കാരണം പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം അതേപോലെയൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇതിലൊക്കെ. ഒരു പക്ഷേ ടീസറിൽ കണ്ടതായിരിക്കില്ല ചിത്രത്തിലുള്ളതെങ്കിൽ വലിയൊരു വിജയമാവാനും അല്ലെങ്കിൽ ജനപ്രിയ നായകനൊരു തിരിച്ചറിവ് സാധ്യമാകാനും ചാൻസ് ഉണ്ട്. അതെങ്കിൽ ഫീൽഡ് ഔട്ട് ആവാനും ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം പഴയൊരു ഫാമിലി സപ്പോർട്ട് ജനപിന്തുണയൊന്നും ദിലീപിന് ഇപ്പോൾ കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇതൊരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പഴയ ജനപ്രിയ നായകന ലേബിലേക്ക് വീണ്ടും ദിലീപ് തിരിച്ചൊരു പതിവ് ശക്തിയോടെ തന്നെ കണ്ടപ്പോൾ എനിക്കാണ് തോന്നിയത്. അങ്ങനെ വരാൻ സാധിക്കട്ടെ, പഴയൊരു ജനപ്രിയ നായകനിലേക്ക് വീണ്ടും കുടുംബ പ്രഷർ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്താണ്. എന്തായാലും പവി കെയർടേക്കറിൻ്റെ ടീച്ചറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.